ബാറ്റ് ചെയ്യാനും പന്തെറിയാനും കഴിയുന്ന താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം ആദ്യം ബാറ്ററെങ്കിൽ പിന്നീട് അയാളെ പിൻവലിച്ച് ബൗളറെയും ടീമിൽ കളിപ്പിക്കാൻ തുടങ്ങി. രാഹുൽ തെവാട്ടി എന്ന താരത്തെ ഗുജറാത്ത് ഉപയോഗിച്ച രീതി ഉദാഹരണമാണ്. സ്പിൻ ഓൾറൗണ്ടറായി വളർന്നു വന്ന തെവാട്ടിയയ്ക്ക് ടീമിൻ്റെ ബാറ്റിങ്ങിൽ മാത്രമാണ് അവസരമുണ്ടാകുന്നത്. ശിവം ദുബെ, വെങ്കടേഷ് അയ്യർ പോലെയുള്ള താരങ്ങളും ഇതേ അവസ്ഥ നേരിടുന്നു. ഒരു ബാറ്റർ കൂടി അധികമായി പ്ലേയിങ് ലെവലിലേക്ക് വന്നതോടെ എതിർ ബോളർമാർ കൂടുതൽ ശിക്ഷിക്കപ്പെടാൻ തുടങ്ങി. പണ്ട് 11 കളിക്കാരെ മാത്രം ഉപയോഗിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ക്യാപ്റ്റൻ്റെ തന്ത്രങ്ങളുടെ ഭംഗി ഇല്ലാതായി. ഒരാൾ അധികമായതോടെ വെല്ലുവിളികൾ കുറഞ്ഞു. തിരികെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ ഇമ്പാക്റ്റ് പ്ലെയർ ഇല്ലാത്ത സാഹചര്യം ഇന്ത്യൻ ടീമിനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നുവെന്നും വിമർശനമുണ്ട്. ക്രിക്കറ്റ് മാറുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ക്രിക്കറ്റിന് ഗുണപരമല്ലാത്ത മാറ്റങ്ങൾ വേണമോ എന്നതാണ് ചോദ്യം. സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ ഇമ്പാക്റ്റ് പ്ലെയർ എന്ന സങ്കല്പത്തെ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ അതിലെന്തെങ്കിലും പിഴവുണ്ടെന്ന് നമുക്ക് തന്നെ വിശ്വസിക്കേണ്ടി വരും. വളരെ വ്യക്തിപരമായ തോന്നലുകളാണ് താൻ പറയുന്നതെന്ന മുഖവുരയോടെയാണ് സച്ചിൻ ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ അത് വെറും വാക്കായി കരുതാൻ ക്രിക്കറ്റ് ലോകത്തിന് കഴിയില്ല. ക്രിക്കറ്റ് ഭരണാധികാരികൾക്കും അതിനാകില്ല. നിങ്ങൾ 20 ഓവർ കളിയിൽ ഒരു ബാറ്റ്സ്മാനെ അധികമായി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബൗളർമാർ നേരിടുന്ന വലിയ വെല്ലുവിളി കുട്ടി ക്രിക്കറ്റിൽ അവരിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുകയാണ് ഈ നിയമത്തിലൂടെ. ഇത് കളിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്നുവെന്നാണ് സച്ചിൻ പറയുന്നത്.